സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. നടന്നും തുള്ളിയും ദൈവത്തെ പൂഴ്ത്തിയും കൊണ്ട് അവരോട് കൂടെ ദൈവത്തെ കടന്നു. അപ്പോസ്തല പ്രവൃത്തി 3-8 വാക്യം. ജന്മനാ മുടന്തനായ ഒരാൾ ദേവാലയത്തെ ഗേറ്റിനരികിൽ തൻ്റെ സ്ഥിരം വിശ്രാമ സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. തൻ്റെ കയ്യിൽ നാണയമൊന്നുമില്ല, എന്നാൽ അതിനേക്കാൾ മെച്ചമായ ഒന്നുണ്ട് എന്ന് പത്രോസ് അയാളോട് പറഞ്ഞു. നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക. അപ്പോസ്തല പ്രവൃത്തി 3-6. ആ മനുഷ്യൻ കുതിച്ചു ചെന്ന് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോട് കൂടെ ദേവാലയത്തിലേക്ക് കടന്നു. നിങ്ങളുടെ സ്വാഭാവിക കഴിവുകളെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. അത്ഭുതകരമായ ഒരു സൗഖ്യം ലഭിച്ചിരുന്നെങ്കിൽ ആ കഴിവുകൾ നിങ്ങൾ എത്രയധികം ആസ്വദിക്കും, വ്യത്യസ്തമായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ ചിന്തിക്കാം. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ ആത്മീയമായി സൗഖ്യമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. നമ്മെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നവനെ സ്തുതിക്കുകയും അവൻ പ്രദാനം ചെയ്തതെല്ലാം അവൻ സമർപ്പിക്കുകയും ചെയ്യാം. നിങ്ങളുടെ സ്വാഭാവിക കഴിവുകൾ നിങ്ങൾ എങ്ങനെ യേശുവിനായി ഉപയോഗിക്കും? നിങ്ങൾക്കുള്ള ഏത് സാധ്യതയും ഉപയോഗിച്ച് സേവനം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? അത് നൽകുന്ന ആനന്ദത്തിനായി ദൈവത്തെ നന്ദി പറയാം. പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങേ കേൾക്കുവാനുള്ള ചെവിക്ക്, സ്തുതിക്കുവാനുള്ള അതിരങ്ങൾക്കും ശുശ്രൂഷിക്കാനുള്ള കൈകൾക്കും കാലുകൾക്കുമായി നന്ദി. താങ്ക് ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളാണ് ദൈവം നിറക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ച വരാവുന്ന ആപത്തോടെ രോഗദുഃഖം മരണത്തിൽ ദൈവം നമ്മെ കാത്തുരാച്ചു. ഞാൻ ദൈവം നന്ദി പറയുന്നു. പുതിയൊരാഴ്ചക്കാലം ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.